PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 86/2025 പ്രകാരം കേരള PSC നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, V1 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, കാറ്റഗറി നമ്പർ 427/2024 എന്നീ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. റിലീഫ് ഓഫ് ലക്നൗ ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ബി. ഈ ചിത്രം വരച്ച വർഷം 1858 ഇത് തെറ്റായ പ്രസ്താവനയാണ്. സി. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. ഡി. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി ആണ് തെറ്റായ പ്രസ്താവന. രണ്ടാമത്തെ ചോദ്യം: ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക. എ. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 ഇത് ശരിയായ പ്രസ്താവനയാണ്. ബി. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ഇത് ശരിയായ പ്രസ്താവനയാണ്. സി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് 1916 മാർച്ചിലായിരുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 1916 ഫെബ്രുവരിയിലാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്തത്. ഡി. 1916 നവംബറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അദ്ദേഹം 1916 ലക്നൗ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ്. ശരി ഉത്തരം ഓപ്ഷൻ എയും ബിയും. ഓപ്ഷൻ എ. മൂന്നാമത്തെ ചോദ്യം: കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. എ. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ് സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 ഇത് ശരിയായ പ്രസ്താവനയാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ് സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 ബി. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 ഇത് ശരിയായ പ്രസ്താവനയാണ്. സി. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28 ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഡി. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഇത് ശരിയായ പ്രസ്താവനയാണ്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. നാലാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം: താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗിൽ ആണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ നായകനാണ് ശുഭ്മാൻ ഗിൽ. ഇത് ശരിയായ പ്രസ്താവനയാണ്. ബി. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ.
ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഇത് ശരിയായ പ്രസ്താവനയാണ്. സി. വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റനായത്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഡി. മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. ഇതും ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 6ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. 1. കറുപ്പ് അഥവാ ഇരുണ്ട നിറമുള്ള മേഘങ്ങൾ ഏതാണ്? നിംബസ് മേഘങ്ങളാണ് കറുപ്പ് അഥവാ ഇരുണ്ട നിറമുള്ള മേഘങ്ങൾ. നേർത്ത തൂവൽ രൂപമുള്ള മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. പഞ്ഞിക്കെട്ട് പോലെ കാണുന്ന മേഘങ്ങളാണ് ക്യുമുലസ്. പഞ്ഞിക്കെട്ട് പോലെ കാണുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി നിംബസ്, സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്. 7ാമത്തെ ചോദ്യം. താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ്? താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ്? 1. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3. പീഠഭൂമിയുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 4. ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെയാണ്. ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെയാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. നമ്മളോട് ചോദിച്ചത് ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണെന്നാണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ 1, 2, 4 മാത്രം. 8ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക. താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക. അപ്പോൾ ഒന്നാമതായി വരുന്നത് ട്രോപ്പോസ്ഫിയർ, പിന്നെ 2 സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമതായിട്ട് മീസോസ്ഫിയർ, 4ാമത് തെർമോസ്ഫിയർ. അപ്പോൾ ഓർഡർ വരുന്നത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന ക്രമത്തിലാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 2, 1, 4, 3 എന്നീ ക്രമത്തിലാണ്. 9ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ്. ഉത്തരം ഓപ്ഷൻ ബി ബിറ്റുമിനസ് വിഭാഗത്തിലാണ്. ബിറ്റുമിനസ് ഇനത്തിൽപ്പെട്ടതാണ്. 10ാമത്തെ ചോദ്യം. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. ഉത്തരം ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖം. 11ാമത്തെ ചോദ്യം. 1. ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടത്തിൽ 1960-ൻ്റെ പകുതി മുതൽ 1970-ൻ്റെ പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി പരിമിതപ്പെട്ടു. ഇത് തെറ്റാണ്. 2. ഹരിത വിപ്ലവത്തിൻ്റെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഇതും തെറ്റാണ്. 3. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന
സ്തംഭനാവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയായിട്ട് ഓപ്ഷൻ സി പ്രസ്താവന 3 മാത്രം ശരി. 12ാമത്തെ ചോദ്യം. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. എ. വ്യവസായ മേഖലാ പരിഷ്കാരം. ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. ഇത് യോജിക്കുന്ന പ്രസ്താവനയാണ്. ബി. ധനകാര്യ പരിഷ്കാരം. നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. ഇന്ത്യൻ ബാങ്കുകളും വിദേശ ബാങ്കുകളും. സി. വിദേശ വിനിമയ പരിഷ്കാരം. 3മായി ബന്ധപ്പെടുന്നു. ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണ്യത്തിൻ്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. ഡി. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. 4മായി ബന്ധപ്പെടുന്നു. ഇന്ത്യൻ വ്യാവസായിക ഉൽപ്പാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി. എ 1മായും ബി 2മായും സി 3മായും ഡി 4മായി ബന്ധപ്പെടുന്നു. 13ാമത്തെ ചോദ്യം. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആരോഗ്യം. വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ്. വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. 14ാമത്തെ ചോദ്യം. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവന ഏതാണ്? 1. ആസൂത്രണ കമ്മീഷന് പകരം 2005 നീതി ആയോഗ് നിലവിൽ വന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. 2. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങളായിരിക്കും. ഇത് ശരിയായ പ്രസ്താവനയാണ്. 3. നാഷണൽ ഇൻഡസ്ട്രി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻഡസ്ട്രി അല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 4. ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം ശരി. 2ഉം 4ഉം ശരി. 15ാമത്തെ ചോദ്യം. 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചവർ ആരൊക്കെയാണ്? ഡാരൻ അസമോഗ്ലു, ജെയിംസ് എ റോബിൻസൺ, സൈമൺ ജോൺസൺ. 16ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1949 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 17ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? 1. നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. 3. നിയമവാഴ്ച. 18ാമത്തെ ചോദ്യം. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്നാണ്? 1955. 1955. 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1985 52ാം ഭരണഘടനാ ഭേദഗതി. 1985 52ാം ഭരണഘടനാ ഭേദഗതി. 20ാമത്തെ ചോദ്യം. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ. 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി എൻ.എ. പാൽഖിവാല. എൻ.എ. പാൽഖിവാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. 22ാമത്തെ ചോദ്യം. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്?
നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. 23-ാമത്തെ ചോദ്യം. മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരെന്താണ്? മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് കുമരപ്പ കമ്മിറ്റി. 24-ാമത്തെ ചോദ്യം. 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗമാണ് ഓപ്ഷൻ ബി, ഭാഗം 9A. 25-ാമത്തെ ചോദ്യം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതാണ്? 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതാണ്? 1. 16-ാം ഉച്ചകോടിയാണ് കസാലിൽ നടന്നത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. 2006-ലാണ് സംഘടന ആരംഭിക്കുന്നത്. 2006-ലാണ് ബ്രിക്സ് സംഘടന ആരംഭിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. 3. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ഇത് തെറ്റാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. റഷ്യ. 4. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. ഇത് ശരിയാണ്. അപ്പോൾ ശരി ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 1, 2, 4 മാത്രം. 1, 2, 4. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാം? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാമാണ്? 1. കൂടുതൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. കൂടുതൽ മഴയുടെ ലഭ്യത. ഇത് തെറ്റാണ്. 3. സ്ഥിരമായ കാലാവസ്ഥ. ഇതും ശരിയാണ്. സ്ഥിരമായ കാലാവസ്ഥ. 4. കൂടുതൽ ശുദ്ധവായുവിൻ്റെ ലഭ്യത. ഇത് തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ 1, 3 ശരി. 1, 3 ശരി. 27-ാമത്തെ ചോദ്യം. മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. ഉത്തരം ഓപ്ഷൻ സി, പ്ലാസ്മോഡിയം വൈവാക്സ്. 28-ാമത്തെ ചോദ്യം. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഉത്തരം ഓപ്ഷൻ സി, ഇൻസുലിൻ. 29-ാമത്തെ ചോദ്യം. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, അമേരിക്ക. അമേരിക്കയിലാണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്. 30-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണ്ണാന്തര പ്രതിപദനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണ്ണാന്തര പ്രതിപദനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? 1. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 2. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. ഇത് ശരിയാണ്. 3. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. ഇത് ശരിയായ പ്രസ്താവനയാണ്. 4 തെറ്റായ പ്രസ്താവനയാണ്. ശരി ഉത്തരമാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. 2ഉം 3ഉം. 31-ാമത്തെ ചോദ്യം. ISROയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1നെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ISROയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1നെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ശരിയല്ലാത്തവയാണ് ചോദിച്ചത്. 1. ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ഇത് ശരിയാണ്. 2. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യൻ്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3.
2023 സെപ്റ്റംബർ 2-ന് PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 4. സൂര്യനിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1 സ്ഥിതി ചെയ്യുന്നത്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. 32ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത താപനിലകളിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ശരിയായി ഏതൊക്കെയാണ് ചേരുന്നത് നോക്കാം. 3. -40 ഡിഗ്രി സെൽഷ്യസ് = -40 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇത് ശരിയാണ്. 4. 0 ഡിഗ്രി സെൽഷ്യസ് = 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 3ഉം 4ഉം മാത്രം. 33ാമത്തെ ചോദ്യം. താപനിലയുടെ തോതായ കെൽവിൻ സ്കെയിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? താപനിലയുടെ തോതായ കെൽവിൻ സ്കെയിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ചാൾസ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 34ാമത്തെ ചോദ്യം. ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം യഥാക്രമം 18, 16, 16 എന്നിങ്ങനെയാണ്. ഇതിന് അനുയോജ്യമായ ചിഹ്നം നൽകുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 35ാമത്തെ ചോദ്യം. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? ഉത്തരം ഡേവിഡ് ബെക്കർ. ഓപ്ഷൻ എ ഡേവിഡ് ബെക്കർ. 36ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം ശരിയല്ല. അപ്പോൾ ശരിയായ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള കലാമണ്ഡലം തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് പാർത്ഥിസുബൻ. 37ാമത്തെ ചോദ്യം. 1 ലൂയി ഹാമിൽട്ടൺ ബാസ്കറ്റ്ബോൾ, 2 ഇബ്രാഹിം സദ്രാൻ ഫുട്ബോൾ, 3 ക്രിസ്റ്റഫർ എൻ കുക്ക ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്, 4 സത്യകൃഷ്ണമൂർത്തി ക്രിക്കറ്റ്. മുകളിൽ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായവ തമ്മിൽ യോജിപ്പിച്ചാൽ ഏതാണ് ശരി ഉത്തരം? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ലൂയി ഹാമിൽട്ടൺ ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവറാണ്. ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റ് താരമാണ്. ക്രിസ്റ്റഫർ എൻ കുക്ക ഫുട്ബോൾ താരമാണ്. സത്യകൃഷ്ണമൂർത്തി ബാസ്കറ്റ്ബോൾ താരമാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 38ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ള കഥകളിൽ ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതെല്ലാമാണ്? ഒരു ഭയങ്കര കാമുകൻ, വാങ്ക്. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 1ഉം. ഒരു ഭയങ്കര കാമുകനും വാങ്കും ഉണ്ണിയാർ എഴുതിയ കഥകളാണ്. 39ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1. പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജൻലി റെക്കോർഡോടെ സ്വർണം നേടി. പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജൻലി റെക്കോർഡോടെ സ്വർണം നേടി. ഇതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 1 മാത്രം ശരി. 40ാമത്തെ ചോദ്യം. എ കോളം ബി കോളവുമായി ബന്ധപ്പെടുത്തിയാണ് ചോദിച്ചത്. 1 മാലിക് ദിനാർ, 2 കൂടൽ മാണിക്യ ക്ഷേത്രം, 3 അനന്തനാഥസ്വാമി ക്ഷേത്രം, 4 ഉദയം പേരൂർ സുന്നഹദോസ് പള്ളി. ബി കോളത്തിൽ എറണാകുളം, വയനാട്, കാസർഗോഡ്, തൃശ്ശൂരും തന്നിരിക്കുന്നു. മുകളിൽ കൊടുത്ത എ കോളവും ബി കോളവും പരസ്പരം യോജിപ്പിച്ചാൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ശരിയായത്? ഉത്തരം ഓപ്ഷൻ ഡി. മാലിക് ദിനാർ കാസർഗോഡ്, കൂടൽ മാണിക്യ ക്ഷേത്രം തൃശ്ശൂരിൽ, അനന്തനാഥസ്വാമി ക്ഷേത്രം വയനാട്, ഉദയം പേരൂർ സുന്നഹദോസ് പള്ളി എറണാകുളം. 41ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 45% 270 ആയാൽ സംഖ്യ എത്ര? ഉത്തരം ഓപ്ഷൻ എ 600. 42ാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 20ഉം 20ാം പദം 10ഉം ആയാൽ ആദ്യ പദം എന്താണ്?
ഉത്തരം ഓപ്ഷൻ ഡി 29. 43-ാമത്തെ ചോദ്യം. 6000 രൂപയ്ക്ക് 3 വർഷത്തേക്ക് ലഭിച്ച സാധാരണ പലിശ 1080 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി 6%. 44-ാമത്തെ ചോദ്യം. 6 സംഖ്യകളുടെ ശരാശരി 36ഉം അവയിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 35ഉം ആയാൽ അവസാനത്തെ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 41. 45-ാമത്തെ ചോദ്യം. A:B=3:4ഉം B:C=5:8ഉം ആയാൽ A:B:C എത്ര? ഉത്തരം ഓപ്ഷൻ സി 15:20:32. 46-ാമത്തെ ചോദ്യം. ഒരു ക്ലോക്ക് 3:30 മണി എന്ന സമയം കാണിക്കുമ്പോൾ അതിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 75 ഡിഗ്രി. 47-ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലുള്ള 48 കുട്ടികളെ ലഭിച്ച റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചപ്പോൾ തോമസിൻ്റെ സ്ഥാനം മുന്നിൽ നിന്നും 22-ാമതാണ്. എന്നാൽ തോമസിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രാമതാണ്? ഉത്തരം ഓപ്ഷൻ സി 27. 48-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 39. 49-ാമത്തെ ചോദ്യം. ഒരാൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് 8 മീറ്റർ സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 മീറ്റർ സഞ്ചരിച്ചാൽ യാത്ര ആരംഭിച്ച സ്ഥലത്തു നിന്നും അയാൾ ഇപ്പോൾ എത്ര അകലത്തിലായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി 5 മീറ്റർ അകലത്തിലായിരിക്കും. 50-ാമത്തെ ചോദ്യം. സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 3, 10, 29. ഉത്തരം ഓപ്ഷൻ എ 66. 51-ാമത്തെ ചോദ്യം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന്. ഉത്തരം ഓപ്ഷൻ ബി. 52-ാമത്തെ ചോദ്യം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 40(1) അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? ഉത്തരം ഓപ്ഷൻ എ 6 മണിക്കൂറിനുള്ളിൽ. 53-ാമത്തെ ചോദ്യം. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക. 54-ാമത്തെ ചോദ്യം. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് സെഡ് ഉള്ളതെന്ന് എക്ക് അറിയാം, എന്നാൽ ബിക്ക് അതറിയില്ല. സെഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം സെഡ് മരണപ്പെടുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ശരി ഉത്തരം ബി. ഓപ്ഷൻ ബി. ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എ കുറ്റകരമായ നരഹത്യ ചെയ്തു. 55-ാമത്തെ ചോദ്യം. 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാകുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ എ ഏതൊരാളും. 56-ാമത്തെ ചോദ്യം. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സ്നാച്ചിങ്. 57-ാമത്തെ ചോദ്യം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറന്റ് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി പ്രത്യേക പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല. 58-ാമത്തെ ചോദ്യം. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. 59-ാമത്തെ ചോദ്യം. താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്തു നിന്നും കണ്ടെടുക്കുന്നുവെങ്കിൽ
ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ. 60-ാമത്തെ ചോദ്യം. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയുന്നതിനുള്ള അവകാശം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഏതൊരു പൗരനും. 61-ാമത്തെ ചോദ്യം. എസ്, വൈ എന്നിവ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ എക്സ് ആയത് നിയമപരമായി തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിലെ പോലീസിൻ്റെ ശരിയായ നടപടി എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി. പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം. 62-ാമത്തെ ചോദ്യം. ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി. 2, 3, 4. അതായത് കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുക. ഉത്തരം ഓപ്ഷൻ സി. 2, 3, 4 മാത്രം. 63-ാമത്തെ ചോദ്യം. 1985-ലെ NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ ബി. പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും. ഉത്തരം ഓപ്ഷൻ ബി. 64-ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 1, 2, 3. 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. 65-ാമത്തെ ചോദ്യം. 2012-ലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ. ഇന്ത്യ മുഴുവൻ. 66-ാമത്തെ ചോദ്യം. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റ് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. മുംബൈ ഹൈക്കോടതി. 67-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 68-ാമത്തെ ചോദ്യം. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. സൈബർ ഭീകരവാദ പ്രവൃത്തി. 69-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. 70-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. 71-ാമത്തെ ചോദ്യം. ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾസ് വെയ്റ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾസ് വെയ്റ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി. വാഹനവും ലോഡും കൂട്ടിയുള്ള ഭാരം. 72-ാമത്തെ ചോദ്യം. 50 cc-യിൽ താഴെ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ. L1 കാറ്റഗറി. 73-ാമത്തെ ചോദ്യം. 18 വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എത്ര വയസ്സ് വരെ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി. 40 വയസ്സ് വരെ. 74-ാമത്തെ ചോദ്യം. ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമില്ലെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിനുള്ള റൂൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. CMVR 1989 റൂൾ 17A. ഓപ്ഷൻ ബി. 75-ാമത്തെ ചോദ്യം. ഒരു ജോയിന്റ് RTOയെ താഴെ പറയുന്ന ലൈസൻസിംഗ് അതോറിറ്റിയായി പറയുന്നു? ഉത്തരം ഓപ്ഷൻ എ. അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റി. 76-ാമത്തെ ചോദ്യം. പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. 3 ടണ്ണിന് താഴെ GVW ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ. 77-ാമത്തെ ചോദ്യം. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനം 4 കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയി പാസ്സായ എത്ര വർഷത്തെ കാലാവധി ലഭിക്കും? ഉത്തരം ഓപ്ഷൻ ബി. 2 വർഷത്തേക്ക്.
78ാമത്തെ ചോദ്യം. ഒരു വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വാഹനം എത്ര സമയം റോഡിൽ നിർത്തിയിടണം? ഉത്തരം ഓപ്ഷൻ ഡി 3 മിനിറ്റിൽ കൂടുതൽ. 3 മിനിറ്റിൽ കൂടുതൽ. 79ാമത്തെ ചോദ്യം. ഒരു ഇരുചക്ര വാഹനം റോഡിൽ കെട്ടിവലിക്കുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ എത്ര ദൂരം ഉണ്ടാകണം? ഉത്തരം ഓപ്ഷൻ സി കെട്ടിവലിക്കാൻ പാടില്ല. 80ാമത്തെ ചോദ്യം. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ സെക്ഷൻ 185 എന്താണ്? ഉത്തരം ഓപ്ഷൻ സി മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സ്വാധീനത്തിൽ. 81ാമത്തെ ചോദ്യം. വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 82ാമത്തെ ചോദ്യം. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 20 വയസ്സ്. 83ാമത്തെ ചോദ്യം. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ സി ഇൻഅറ്റൻറ്റീവ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. 84ാമത്തെ ചോദ്യം. ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ. ഉറക്കവും ക്ഷീണവും അവഗണിച്ച് വാഹനം ഓടിക്കരുത്. ബി. സമയത്തെത്താൻ അമിത വേഗത സ്വീകരിക്കാതെ നേരത്തെ പുറപ്പെടുക. സി. വാഹനത്തിൻ്റെ രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും പരിശോധിച്ച് കാലാവധി ഉറപ്പുവരുത്തുക. ഉത്തരം ഇവയെല്ലാമാണ്. ഇവയെല്ലാം പാലിക്കേണ്ടതാണ്. ഉത്തരം ഓപ്ഷൻ ഡി. 85ാമത്തെ ചോദ്യം. സ്റ്റിയറിംഗ് വീലിൻ്റെ റോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് മോഷനായി മാറ്റുന്നത്? ഉത്തരം ഓപ്ഷൻ സി സ്റ്റിയറിംഗ് ബോക്സ്. 86ാമത്തെ ചോദ്യം. ഒരു 5.8 എഞ്ചിനിൽ എത്ര എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി 2. 87ാമത്തെ ചോദ്യം. ഒരു ചരക്ക് വാഹനത്തിൽ അമിത ഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം 194 പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ എത്ര രൂപയാണ്? ഉത്തരം ഓപ്ഷൻ എ 20,000. 88ാമത്തെ ചോദ്യം. ഒരു പുതിയ സ്വകാര്യ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 15 വർഷം. 89ാമത്തെ ചോദ്യം. ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ പരമാവധി അനുവദനീയമായ GVW എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 7500 കിലോഗ്രാം. 90ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി 91, ഓപ്ഷൻ സി 92, ഓപ്ഷൻ ബി 93, ഓപ്ഷൻ ബി 94, 94, ഓപ്ഷൻ ബി 95. ശരി ഉത്തരം ഓപ്ഷൻ ബി 2021 ജനുവരി 1. 96. ശരി ഉത്തരം ഓപ്ഷൻ എ 40 km/m. 97ാമത്തെ ചോദ്യം PS ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 98. ശരി ഉത്തരം ഓപ്ഷൻ ബി 7 mm. 99. ശരി ഉത്തരം ഓപ്ഷൻ ബി. 100ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി കംപ്രസ് ഗ്യാസുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.